കോഴിക്കോട് കുറ്റ്യാടി അരൂർ നീളംപാറ ക്വാറിയിൽ ഖനനം പുനരാരംഭിക്കുമ്പോൾ 100-ലധികം കുടുംബങ്ങളാണ് പ്രാണഭയത്തിൽ കഴിയുന്നത്. ക്വാറി സ്ഥിതി ചെയ്യുന്ന മലയുടെ പല ഭാഗത്തും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ഇപ്പോൾ കനത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാറി ഏതു സമയം തകരും എന്നൊരു ഭീതിയിലാണ് പ്രദേശവാസികൾ. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. കാണാനാവില്ല, ഉറക്കില്ല, രാത്രി ഒന്നും സുഖമില്ല ഇപ്പം ഈ മക്കളെ വിചാരിച്ചിട്ട്. അതാണ് രാത്രിയായ ഉറക്കില്ല. കുറേ ആയി മഴ പിടിച്ചാൽ പിന്നെ ആരും ഉറക്ക് വരില്ല. കോഴിക്കോടിന്റെ മലയോര മേഖലയായ കുറ്റ്യാടി അരൂരിലെ നീളംപാറ ക്വാറിക്ക് താഴ്വാരത്ത് താമസിക്കുന്ന 100-ലധികം കുടുംബങ്ങളുടെ നിസ്സഹായാവസ്ഥയാണിത്. മഴ ശക്തി പ്രാപിക്കുന്ന ഓരോ രാത്രികളും ഭയത്തോടെയാണ് ഈ കുടുംബങ്ങൾ തള്ളി നീക്കുന്നത്. കാരണം ഈ പാറ പൊട്ടി ഞങ്ങളെ അടുത്തേക്കല്ലേ വരുന്നത്. അപ്പം ഈ ഒരു ഭീതി ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ ഉണ്ട്. അത് ഒരു അപകട ഭീതി തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളെ ജീവനും സ്വത്തിനും ഭീഷണിയായതുകൊണ്ട് എങ്ങനെയാലും അവർ കൂടുതൽ ഇങ്ങനെ അവിടെ ഖനനം ചെയ്യുന്നതാണ്. താഴോട്ട് മണ്ണ് എന്തായാലും ഒഴിച്ചു വരും, നമ്മളെന്തായാലും മരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് അത് തടയാൻ വേണ്ടി എന്തെന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ചെയ്യാൻ എല്ലാവരും റെഡിയാണെന്നുള്ള രീതിയിലാണ് അന്ന് യോഗത്തിൽ നിന്ന് തീരുമാനിച്ചത്. പുറമേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നീളംപാറ ക്വാറിക്ക് പഞ്ചായത്തിന്റെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും പ്രവർത്തനാനുമതിയുണ്ട്. പരാതികളുടെയും തുടർച്ചയായ പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഖനനത്തിന് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മേഖലയിൽ വീണ്ടും ഖനനം ആരംഭിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. വിലക്ക് ലംഘിച്ച് ഖനനം നടത്തുന്നതിനായി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും ക്വാറിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എളയടം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ അണ്ടറിൽ നിൽക്കുന്ന സൊസൈറ്റിയാണിത്. ഈ സൊസൈറ്റിയാണ് പൊട്ടിക്കുന്നത് എന്നുള്ളതിന് വേണ്ടി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒരു പേര് കൊടുത്തിട്ട് കുറേ മാഫിയകളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പാറ നടത്തുന്നത്. ഭാവിയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് നിരവധി കുടുംബങ്ങൾ പ്രദേശത്ത് നിന്നും വീടൊഴിഞ്ഞു പോയി. ഇളയടം ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കീഴിലുള്ള ക്വാറിയിൽ പലയിടത്തും ഭൂമിക്ക് വിള്ളൽ വീണിട്ടുണ്ട്. ഭൂമിക്ക് വിള്ളൽ വീണെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് ജിയോളജി വിഭാഗവും പുറമേരി വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് താഴ്ഭാഗത്ത് വീട് വെച്ച് താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന നിർദ്ദേശവും നൽകി. ജനങ്ങളുടെ ജീവന ഭീഷണിയായ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കാതെ ജനങ്ങളോട് മാറി താമസിക്കാൻ പറയുന്നത് അനീതിയെന്നാണ് നാട്ടുകാരുടെ വാദം. കഴിഞ്ഞ വർഷത്തെ മുണ്ടക്കൈ വിലങ്ങാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ അന്ന് അപകട സാധ്യത കണക്കിലെടുത്ത് ക്വാറിയുടെ താഴ്ഭാഗത്തെ കുടുംബങ്ങളോട് മാറി താമസിക്കാൻ അറിയിച്ചിരുന്നു. ഒരു വർഷത്തിനപ്പുറം വീണ്ടും മഴ ശക്തമാകുമ്പോൾ ഭീതിയിലാണ് ഈ മനുഷ്യർ. ക്വാറിയിൽ നിന്നും നീക്കം ചെയ്ത ആയിരക്കണക്കിന് ലോഡ് മണ്ണും കൂറ്റൻ ഉരുളൻ കല്ലുകളുമാണ് മലയ്ക്ക് മുകളിൽ കുന്നായി കൂട്ടിയിട്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അവ താഴേക്ക് പതിക്കാം. ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഈ സൈഡിൽ, താഴത്തെ സൈഡിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് അത്ര മനസ്സിലാവില്ല. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു പെട്ടെന്ന് വളരുന്നത് ഒരു മരം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കൂട്ടിയിട്ട മണ്ണിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവാത്തത്. ആ കൂട്ടിയിട്ടത് നേരെ താഴെയാണ് എല്ലാ വീടുകളും വരുന്നത്, ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ പൊട്ടി അങ്ങ് താഴേക്ക് വരുന്ന കാര്യം ഭയങ്കര സാധ്യതയാണ് അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കത് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞ പോലെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ഉരുളൻ കല്ലുകളും വലിയ കല്ലുകളും മണ്ണും ഒക്കെ ഇങ്ങനെ ഇവിടെ നിറയെ കൂട്ടിയിട്ടിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ക്വാറി മാഫിയയുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. മഴ കനക്കുന്നതോടെ ഈ കുന്നിന് കീഴെ താമസിക്കുന്ന 100-ലധികം വരുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. ഈ മേഖലയുടെ അപകടാവസ്ഥ അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടും കാര്യങ്ങൾ അധികൃതർക്ക് ബോധ്യമായിട്ടും
തുടരുന്ന ഈ നിസ്സംഗത വലിയൊരു ദുരന്തത്തിനുള്ള മൗനാനുവാദമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അധികൃതർ ഉത്തരം പറഞ്ഞേ മതിയാകും. അതീന്ദ്രജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.